ഹലോ, വെൽക്കം ടു കുഞ്ഞടുക്കള. അപ്പോൾ ഇന്ന് നല്ല ഒരു ദോശയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഉഴുന്നൊക്കെ കഴിക്കാൻ പാടില്ലാത്ത ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ അവർക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ നല്ല ഒരു ദോശയുടെ റെസിപ്പിയാണിത്. നല്ല സോഫ്റ്റാണ്, നല്ല പഞ്ഞ് പോലത്തെ ദോശയാണിത്. അപ്പം നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ. ഇപ്പം ഈ ഒരു ദോശ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 2 കപ്പ് പച്ചരിയാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ പച്ചരി നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ പച്ചരിക്ക് പകരം നിങ്ങൾക്ക് ഇഡ്ഡലി റൈസ് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഇത് കുതിരാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് കുതിർന്ന് വരട്ടെ. ഇപ്പം നമ്മൾ അരി കുതിർക്കാനായിട്ട് വെച്ചിട്ട് ഒരു 4-5 മണിക്കൂർ ആയിട്ടുണ്ട്. അരി നന്നായിട്ട് കഴുകിയെടുക്കണം. അതിനുശേഷം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് ഇതൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാനൊരു 2 വട്ടമായിട്ടാണ് അരച്ചെടുക്കുന്നത് കേട്ടോ. ഇപ്പം ഈ അരിയിലേക്ക് ഞാൻ ഒരു 1/2 ഗ്ലാസ് അവൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഇത് വന്നിട്ട് വളരെ കനം കുറഞ്ഞിട്ടുള്ള അവലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് കുറച്ച് കട്ടിയുള്ള അവലാണെങ്കിൽ അരയ്ക്കുന്നതിന് ഒരു 10 മിനിറ്റിന് മുമ്പ് നന്നായിട്ടൊന്ന് കുതിർത്ത് വയ്ക്കണം കേട്ടോ. ഇതിപ്പോൾ ഞാൻ അങ്ങനെ തന്നെ കുതിർക്കാതെ അങ്ങനെ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഞാൻ എടുത്തിരിക്കുന്നത് മട്ട അവലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റ് കളറിലുള്ള അവൽ വേണമെങ്കിൽ എടുക്കാം. ഇപ്പം നിങ്ങൾക്ക് ഏതാണ് അവൈലബിൾ ആയിട്ട് ഉള്ളത് ആ അവൽ ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ലൊരു ഫൈൻ പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കുക. ഇപ്പം ഞാനിതൊന്ന് അരച്ചെടുത്തിട്ട് വരട്ടെ. ഇതിപ്പോൾ ഞാൻ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ആദ്യത്തെ ബാച്ച് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള അരിയും കൂടെ ഒന്ന് അരച്ചെടുക്കാം. ഇനി ബാക്കിയുള്ള അരിയും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പം ബാക്കിയുള്ള അരിയും ഞാൻ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം 2 കപ്പ് അരി എടുക്കുകയാണെങ്കിൽ 1/2 കപ്പ് അവലെടുക്കണം കേട്ടോ. ഇപ്പോൾ 1 കപ്പ് അരിയാണെങ്കിൽ ഒരു 1/4 കപ്പ് അവൽ മതിയാകും. ആ ഒരളവിൽ എടുക്കുക. ബാക്കിയുള്ള അരിയുടെ കൂടെ നമുക്ക് കുറച്ച് തേങ്ങയും കൂടെ ഒന്ന് അരച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഒരു 1/2 കപ്പ് തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതും കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പം നിങ്ങൾ ഗ്രൈൻഡറിലാണ് അരയ്ക്കുന്നതെങ്കിൽ ഇതെല്ലാം കൂടെ ഒന്ന് ചിട്ടങ്ങ് അരച്ചെടുത്താൽ മതി കേട്ടോ. ഇനി ഇതും നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പം ഞാൻ അരിയും തേങ്ങയും കൂടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുക്കുക. ഇനി നമുക്ക് ഈ ജാറൊന്ന് കഴുകി കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം മാവ് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാ ഈ ഒരു ലൂസിലിരുന്നാൽ മതി. സാധാരണ നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കുന്ന ബാറ്റർ ഉണ്ടല്ലോ, ആ ഒരു രീതിയിൽ കലക്കിയെടുത്താൽ മതി കേട്ടോ. ഇനി ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് മാത്രമേ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. സാധാരണ നമ്മൾ ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ മാവ് പുളിപ്പിച്ചെടുക്കുന്ന ആ ഒരു രീതി തന്നെയാണ് ഇതിനും. ഇപ്പം നമുക്ക് മാവ് ഒന്ന് അടച്ചു വെക്കാം. ഇനി ഇതൊന്ന് മാവ് നന്നായിട്ടൊന്ന് പൊളിച്ച് പൊങ്ങി വരട്ടെ. ഇപ്പം നമ്മളുടെ മാവ് ഒന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മാവ് കുറച്ച് കട്ടയായിട്ടാണ് ഇരിക്കുന്നത്. നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. വളരെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. മാവിൻ്റെ തിക്നെസ്സിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് ലൂസാക്കി എടുക്കുക. സാധാരണ നമ്മളുടെ ദോശമാവിൻ്റെ ആ പാകം. അപ്പം ഈ ഒരു പാകം മതിയാകും. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അപ്പം ദോശക്കല്ല് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഒരു തവി മാവ് ഇതിലേക്ക് കോരി ഒഴിക്കാം. ചെറുതായിട്ട് ഇതേപോലെ ഒന്ന് പരത്തിയെടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ഫ്ലെയിം വന്നിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. ഇത് നിങ്ങൾക്ക് അപ്പച്ചട്ടിയിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇപ്പോൾ ഒരു വശം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒന്ന് മൂടി വയ്ക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കല്ലിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും നമുക്കൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ നമ്മളുടെ രണ്ടാമത്തെ ദോശയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഉഴുന്ന് ചേർക്കാത്ത നല്ല പഞ്ഞി പോലുള്ള ദോശ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളും ഇതൊന്ന്
ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു. അപ്പം നമുക്ക് ഒരു തട്ടുകട സ്റ്റൈലിൽ ചട്നിയും കൂടെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് മിക്സി ജാറിലേക്ക് ആവശ്യത്തിനുള്ള നാളികേരം ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഒരു 4-5 ചെറിയ ഉള്ളി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇത് വളരെ കുഞ്ഞു ഉള്ളി ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. 1 മുതൽ 1.5 വരെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പം മുളക് പൊടി വേണമെങ്കിൽ കുറച്ചുകൂടെ 1/2 ടീസ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതൊന്ന് അരച്ചെടുത്തിട്ട് വരട്ടെ. ഇപ്പം ചട്നി ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കാം. ഇപ്പം ഈ ചൂടായ ചീനച്ചട്ടിയിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ നോക്കുക കേട്ടോ. ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ മതിയാകും. ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. നമുക്കൊരു 2-3 വറ്റൽമുളക് ഒന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന ചമ്മന്തി ഒഴിച്ചു കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് വേണ്ട തിക്നെസ്സിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒരുപാടങ്ങ് തിളപ്പിക്കൊന്നും വേണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് ചൂടാവുമ്പോൾ ഇത് ഓഫ് ചെയ്യാം. ഇപ്പോൾ ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടാക്കി മാത്രമേ എടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം.